ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഭാഷ മലയാളം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഈയിടെ പത്രസമ്മേളനത്തിൽ അറിയിച്ച ചില തീരുമാനങ്ങളെ കുറിച്ച് പറയാനാണ്. ഈ സീസൺ, അതായത് 2018-19 സീസണും 19-20 സീസണിനെ കുറിച്ചുമുള്ള ടീമിൽ ഉള്ള അഭിപ്രായങ്ങളും ടീമിലേക്കുള്ള തീരുമാനങ്ങളുമാണ് അവർ ആ പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയത്. നമുക്ക് ആരാധകർക്ക് വളരെ പ്രതീക്ഷ പകരുന്ന കാര്യങ്ങളാണ് പത്രസമ്മേളനത്തിൽ അവർ വെളിപ്പെടുത്തിയത്. ടീമിന്റെ ഉടമകളിൽ ഒരാളായ നിമ്മഗഡ പ്രസാദ് ആണ് പത്രസമ്മേളനം നടത്തിയത്. സോ അദ്ദേഹം മെയിൻ ആയിട്ട് 9 കാര്യങ്ങളാണ് പോയിന്റ് ഔട്ട് ചെയ്തത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യം ഇതാണ്: ഈ സീസണിൽ ഇനിയൊന്നും തെളിയിക്കാനില്ല എന്ന് ചിന്തിക്കരുത്. അഭിമാനം കാക്കാനാണ് ഇനിയുള്ള മത്സരങ്ങൾ. ചെറുപ്പക്കാർക്ക് അവസരവുമാണ് എന്ന് വെച്ച് വിജയം പരിഗണിച്ചുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവില്ല. സൂപ്പർ കപ്പിന് യോഗ്യത നേടുക എന്ന ലക്ഷ്യവുമുണ്ട്. സെക്കൻഡ് പോയിന്റ് നമുക്കെല്ലാം പ്രതീക്ഷ പകരുന്ന ഒരു പോയിന്റ് ആണ്. ഇതാണ്: നല്ല മിഡ്ഫീൽഡർമാരെ കൊണ്ടുവരാത്തത് ആവശ്യത്തിന് പണം മുടക്കാത്തതിനാലാണ് എന്ന ആരോപണം ശരിയല്ല. പിശുക്ക് കാണിച്ചിട്ടില്ല. ബർബറ്റോവ് ഉദാഹരണമാണ്. കൂടുതൽ പണം കൊടുത്തത് കൊണ്ട് ഒരാൾ നല്ല മിഡ്ഫീൽഡർ ആകണമെന്നുമില്ല. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്: ഇതുവരെ പരിശീലകരുടെ സിലക്ഷൻ നയങ്ങളിൽ ക്ലബ് മാനേജ്മെന്റ് ഇടപെട്ടിട്ടില്ല. ഇനി യുക്തിസഹമായി ഇടപെടും. അതൊരു കൈകടത്തലാവില്ല. കോച്ചിനെ ബഹുമാനിച്ചുള്ള ഇടപെടൽ തന്നെയായിരിക്കും. അടുത്ത പോയിന്റ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെ വളരെ സന്തോഷം പകരുന്ന ഒരു പോയിന്റ് ആണ്. ആരാധകർക്ക് ക്ലബിൽ അംഗത്വം നൽകുന്ന കാര്യവും ചർച്ചയ്ക്ക് വെക്കുന്നുണ്ട്. അതായത് ബാഴ്സലോണയുടേത് പോലെ ഒരു ഫാൻ ബേസ്ഡ് ക്ലബിൽ ആരാധകർക്കും അംഗത്വം നൽകുക എന്നുള്ള ഒരു കാര്യം ബ്ലാസ്റ്റേഴ്സിൽ നിലവിൽ വരാൻ പോകുകയാണെങ്കിൽ അത് ചരിത്രപരമായ ഒരു മാറ്റം തന്നെയായിരിക്കും. പിന്നീട് അദ്ദേഹം പറഞ്ഞ പോയിന്റ് ഇതാണ്: കോച്ച് വിങ്കാട കാര്യങ്ങൾ പഠിക്കട്ടെ എന്ന് കരുതിയാണ് മെയ് വരെ മാത്രം കരാർ ഒപ്പിട്ടത്. അത് കഴിഞ്ഞ് തീരുമാനിക്കാം ഭാവി കാര്യങ്ങൾ. തുടരെ പരിശീലകരെ മാറുന്നത് നല്ലതല്ല എന്ന് തിരിച്ചറിയുന്നു. CK വിനീതും നർസാരിയും, ഗോളി നവീനും ടീം വിടുന്നു. ഗോവയുടെ ഗോളി റാൾട്ടെ പകരം വരുന്നു. ജിങ്കൻ ഉൾപ്പെടെയുള്ള മറ്റു പ്രമുഖരാരും ടീം വിടുന്നില്ല. പിന്നീട് അദ്ദേഹം പങ്കുവച്ച ഒരു കാര്യം ഇതാണ്: ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ മികച്ച മിഡ്ഫീൽഡർമാർ ഉണ്ടായിരുന്നില്ല എന്ന പരാതി തീർക്കാൻ ശ്രമിക്കും. നല്ല വിദേശ മിഡ്ഫീൽഡർമാരെ കൊണ്ടുവരും. ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാഡമിക് ഗ്രാസ് റൂട്ട് ലെവൽ പദ്ധതികളെ കുറിച്ചും അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ബ്ലാസ്റ്റേഴ്സ് താഴെത്തട്ടിൽ നടത്തുന്ന ഫുട്ബോൾ പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത്. ജൂനിയർ തലത്തിൽ നല്ല നേട്ടമുണ്ടാകുന്നു. സഹൽ അബ്ദുൾ സമദ് ഒരു ഉദാഹരണം മാത്രം. ബ്ലാസ്റ്റേഴ്സ് കളരിയിൽ നിന്നൊരാൾ യൂറോപ്പിൽ ലീഗ് കളിക്കുന്നത് ഞങ്ങളുടെ സ്വപ്നമാണ്. അദ്ദേഹം അവസാനം പറഞ്ഞ പോയിന്റ് ഇതാണ്: ഫുട്ബോൾ ക്ലബ് നടത്തിപ്പിലെ ഒട്ടേറെ പാഠങ്ങൾ പഠിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തും. എന്തു തന്നെയായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓണേഴ്സ് ഇതുപോലെ ഒരു പത്രസമ്മേളനം വിളിച്ച് തങ്ങളുടെ പ്ലാനുകളെ കുറിച്ച് വെളിപ്പെടുത്തുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അത്ര ആക്റ്റീവായി തങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസോ ഡീലുകളെ കുറിച്ചൊന്നും സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എന്തുകൊണ്ടും പബ്ലിക്കിന്റെ ഇടയിൽ, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുന്നു എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ്. ആരാധകരെ കൈവിടാത്തൊരു ടീമായി ബ്ലാസ്റ്റേഴ്സ് എന്നും നിലനിൽക്കണം. സോ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ നല്ലൊരു ഭാവി നമ്മൾ കാണുന്നുണ്ട്. ദാറ്റ്സ് ഓൾ ഗൈസ്, താങ്ക് യു.